മൂന്ന് സീകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം തലശ്ശേരി. കേരളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലയുടെ പേര് അമ്പുകുത്തിമല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാനില കൃഷി ചെയ്യുന്ന സ്ഥലം അമ്പലവയൽ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം. കേരളത്തിൽ സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ആദ്യ നഗരം തിരുവനന്തപുരം. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ശക്തൻ തമ്പുരാൻ. ബീഹാറിൻ്റെ തലസ്ഥാനം പാട്ന. പാട്നയുടെ പഴയ പേര് പാടലീപുത്ര. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്ന വിദേശ രാജ്യം പാകിസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ച്, ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടകമേള പുഷ്കർ മേള. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് മഴ പെയ്യുന്ന സ്ഥലം ജയ്സാൽമീർ. ഒട്ടക നഗരം എന്നറിയപ്പെടുന്നത് ബിക്കാനീർ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് എന്താണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മുംബൈ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യൻ. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ഏറ്റവും കൂടുതൽ കാലം വിദേശാധിപത്യത്തിൽ ഇരുന്ന ഇന്ത്യൻ പ്രദേശം ഗോവ. കർണാടക സംഗീതത്തിലെ പിതാവ് പുരന്ദരദാസൻ. അന്താരാഷ്ട്ര ചലച്ചിത്ര വേദികളിലെ സ്ഥിരം വേദി പനാജി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന നഗരങ്ങൾ ഹൈദരാബാദ്, സിക്കന്ദരാബാദ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. ശ്രീനഗറിൻ്റെ രത്നം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തടാകമേത്? ദാൽ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണ്? മുദ്ര, ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. സംസാര ഭാഷ സംസ്കൃതമുള്ള കർണാടകയിലെ ഗ്രാമം ഏത്? മാട്ടൂർ. സീറോ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. അമർ ജവാൻ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യ ഗേറ്റിൽ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏത്? കൊടുമൺ, പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ 1881 സ്ഥാപിച്ചതെവിടെ? കൊല്ലം. മുസരീസ്, മഹോദയപുരം, മഹോദയപട്ടണം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസ്റ്റ് ഗ്രാമം ഏത്? കുമ്പളങ്ങി, എറണാകുളം. ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. വൃദ്ധഗംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉപദ്വീപിയൻ നദി ഏത്? ഗോദാവരി. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? പെട്രാർക്ക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്ന രാജ്യം കോസ്റ്ററിക്ക. ഇസ്രയേലിൻ്റെ പാർലമെൻറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നെസ്റ്റ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടി. തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. ഫലം പാകമാകുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ എത്തിലീൻ. തമിഴിലെ ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറൽ. പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം പൊട്ടാസ്യം. 3 ഹൃദയമുള്ള ജീവി നീരാളി. കാസിരംഗ നാഷണൽ പാർക്കിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? കണ്ടാമൃഗം. ഭീകര മത്സ്യം എന്നറിയപ്പെടുന്നത് പിരാന. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതാര്? വില്യം ജോൺസ്. കേരളത്തിൽ ATM സംവിധാനം ആദ്യം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം. മാലിദ്വീപ് ഏത് മഹാസമുദ്രത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം. ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയഗാനമുള്ള രാജ്യം ഏത്? ഗ്രീസ്. ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത്? ഇന്തോനേഷ്യ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി പോർച്ചുഗീസ്. മാംസത്തിൻ്റെ അഭാവത്തിൽ കുട്ടികളിലുണ്ടാവുന്ന രോഗം മരാസ്മസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ്. അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം 1863.
ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? ജിം കോർബറ്റ് ദേശീയോദ്യാനം. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേഷണ കേന്ദ്രം? ദക്ഷിണ ഗംഗോത്രി. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ്? അമേരിക്കൻ പ്രതിരോധ വകുപ്പ്. ബാർകോഡിൻ്റെ ഉപജ്ഞാതാവ്? നോർമൻ ജോസഫ് വുഡ് ലാൻഡ്. ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണ കേന്ദ്രത്തിന് നൽകിയ വ്യക്തി ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ ഉള്ള സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. പിസിക്കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യകൃഷി. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ടു കായൽ. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി? വിൻസെൻ്റ് സെർഫ്. ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി ഏത്? ചിലന്തി. ദീൻ ഇലാഹി എന്ന മതത്തിൻ്റെ കർത്താവ്? അക്ബർ ചക്രവർത്തി. കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന ലോഹം ഏത്? ടൈറ്റാനിയം. ഭരണഘടനയുടെ എത്രാം പട്ടികയിലാണ് അംഗീകരിച്ച ഭാഷകളെക്കുറിച്ച് പറയുന്നത്? 8ാം പട്ടിക. പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ട സമുദ്രം ഏത്? ഇന്ത്യൻ മഹാസമുദ്രം. രാഷ്ട്രീയ ഏകതാ ദിവസ് ആരുടെ ജന്മദിനത്തിലാണ് ആചരിക്കുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കേണൽ GV രാജ.